നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖേദം പ്രകടിപ്പിച്ച ഷൈൻ ടോം ചാക്കോ. പരാതിയില്ലെന്ന് വിൻസി. ഒടുവിൽ ലഹരി പരാതിക്ക് ആന്റി ക്ലൈമാക്സ്. ആമ്പല്ലൂർ സെന്ററിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈ ചുംബിക്കാനായതും ഷോൾ അണിയിക്കാനായതും ജീവിതത്തിലെ അനുഗ്രഹവും അപൂർവ നിമിഷവുമായി കാണുകയാണ് ചാലക്കുടി മുനിസിപ്പൽ കൌൺസിലർ VJ ജോജി. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തയാൾ പോലീസ് പിടിയിൽ. BJPയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത കേരളം ആല ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്നു. വിശദമായ വാർത്തയിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും സംസ്കാര ദിനത്തിലുമാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിലേക്ക് പ്രതിനിധി സംഘത്തെയും അയക്കും. ആത്മീയ ധൈര്യത്തിന്റെ ദീപസ്തംഭമായിരുന്നു പാപ്പയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ദുരിതവും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ നാളമായിരുന്നു അദ്ദേഹമെന്നും മോദി കുറിച്ചു. ഇന്ത്യയോട് എന്നും മമതയോടെയാണ് അദ്ദേഹം പെരുമാറിയതെന്നും മോദി ഓർത്തെടുത്തു. ഫ്രാൻസിസ് പാപ്പായുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മഹാനായ മനുഷ്യനെയാണ് നഷ്ടമായതെന്ന് ട്രംപ് അനുസ്മരിച്ചു. പോപ്പ് ഫ്രാൻസിസിന്റെ ദേഹവിയോഗം സംഘർഷം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് വലിയ നഷ്ടമെന്ന് മാതാ അമൃതാനന്ദമയി പ്രതികരിച്ചു. ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. വിശാല വീക്ഷണവും മനുഷ്യസ്നേഹവും തികഞ്ഞ വ്യക്തിത്വവുമായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്നും മാതാ അമൃതാനന്ദമയി അനുസ്മരിച്ചു. ഖേദം പ്രകടിപ്പിച്ച ഷൈൻ ടോം ചാക്കോ. പരാതിയില്ലെന്ന് വിൻസി. ഒടുവിൽ ലഹരി പരാതിക്ക് ആന്റി ക്ലൈമാക്സ്. നടി വിൻസി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർത്തിയ ലഹരി പരാതി ഒത്തുതീർപ്പിലേക്ക്. സംഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചതോടെയും വിൻസി തനിക്ക് പരാതിയില്ലെന്ന് അറിയിച്ചതോടെയുമാണ് ഒത്തുതീർപ്പായത്. സിനിമയുടെ ICC കമ്മിറ്റിക്ക് മുൻപാകെയാണ് പരാതി ഒത്തുതീർപ്പായത്. ഒടുവിൽ ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു. സിനിമയുമായി സഹകരിക്കുമെന്നും അറിയിച്ചു. ICC റിപ്പോർട്ട് ഉടൻ കൈമാറും. കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ICCക്ക് മുൻപാകെ ഹാജരായത്. സിനിമയ്ക്ക് പുറത്ത് പരാതിയുമായി പോകില്ലെന്ന് വിൻസി വ്യക്തമാക്കിയിരുന്നു. മാറ്റം വരേണ്ടത് സിനിമാ മേഖലയിലാണെന്നും നിയമപരമായി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെന്നും വിൻസി പറഞ്ഞിരുന്നു. സിനിമാ സംഘടനകളുടെ അന്വേഷണവുമായി സഹകരിക്കും. സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്, ആ ഉറപ്പാണ് എനിക്ക് വേണ്ടത് എന്നായിരുന്നു വിൻസി നിലപാട് വ്യക്തമാക്കിയത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച നടനിൽ നിന്നും മോശം അനുഭവമുണ്ടായി എന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതി പിന്നീട് പുറത്തു വരികയും ലഹരി ഉപയോഗിച്ച നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന വിവരം പുറത്തു വരികയുമായിരുന്നു. പരാതിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടതിനെതിരെ രൂക്ഷ വിമർശനവുമായി വിൻസി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടന്ന ഷൈൻ പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പോലീസ് മണിക്കൂറുകളോളം ഷൈനെ ചോദ്യം ചെയ്യുകയും ലഹരി ഉപയോഗം സംബന്ധിച്ച് പോലീസ് ഷൈന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ ഷൈന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. അതേസമയം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളുടെ ബന്ധം എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും സുഹൃത്തുക്കളെന്ന തസ്ലീമയുടെ മൊഴിയിൽ വ്യക്തത വരുത്താൻ ഇന്നും കൂടുതൽ ചോദ്യം ചെയ്യും. ലഹരി കേസിൽ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുകയും ചെയ്യും. തസ്ലീമ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല.
താനും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്നും ഷൈനയെയും ശ്രീനാഥ് ബാസിയെയും അറിയാമെന്നും എന്നാൽ ഈ കേസുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് തസ്ലീമ പറഞ്ഞിരുന്നത്. നേരത്തെ ഇവരുമായി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് തസ്ലീമ മൊഴി നൽകിയിരുന്നത്. ഇരു നടന്മാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന പ്രധാനപ്പെട്ടയാളാണ് തസ്ലീമ എന്നാണ് പോലീസിന്റെ നിഗമനം. ആമ്പല്ലൂർ സെന്ററിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ സ്വദേശി അമൽ, ആമ്പല്ലൂർ സ്വദേശി പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മണ്ണമ്പേട്ട ഭാഗത്തു നിന്നും വന്ന ബൈക്ക് റോഡ് മുറിച്ച് വലത് ഭാഗത്തേക്ക് കടക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്ന് വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികരായ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ നിസാര പരിക്കേറ്റ ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈ ചുംബിക്കാനായതും ഷോൾ അണിയിക്കാനായതും ജീവിതത്തിലെ അനുഗ്രഹവും അപൂർവ നിമിഷവുമായി കാണുകയാണ് ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി. മാർപ്പാപ്പയുടെ വിയോഗത്തിലും ആ അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മകളിലാണ് ജോജി. ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ 2024 നവംബർ 30 വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോകമത സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരമുണ്ടായത്. ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നും പോയ സംഘത്തിൽ ചാലക്കുടിയിൽ നിന്നുമുള്ള പ്രതിനിധിയായിരുന്നു ജോജി. ലോക സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. തുടർന്നാണ് മാർപ്പാപ്പയെ കാണാനുള്ള അവസരം ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈ മുത്തുകയും ഷോൾ അണിയിക്കാനുള്ള ഭാഗ്യവും അന്ന് ജോജിക്ക് ലഭിച്ചു. മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച ജീവിതത്തിലെ അപൂർവ നിമിഷമാണ് ജോജിക്ക്. വൈകാരികമായ ആ മുഹൂർത്തങ്ങളാണ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ജോജിയുടെ ഓർമ്മയിൽ ഓടിയെത്തുന്നത്. 2024 നവംബർ 30 വത്തിക്കാനിൽ വെച്ച് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കുകയും ഒരു ചെറിയ സദസ്സിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വണങ്ങുവാനും അതോടൊപ്പം തന്നെ ഷോൾ അണിയിക്കാനുള്ള ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തയാൾ പോലീസ് പിടിയിൽ. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1.5 കോടിയോളം രൂപ തട്ടിയ 3 പീടിക സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ റനീസിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. എക്കണോമിക്സ് ടൈംസ് പത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകൃഷ്ടനായ കിഴുത്താണി സ്വദേശിയെ ഷെയർ ട്രേഡിംഗിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ലിങ്കും അയച്ചു കൊടുത്ത് കബളിപ്പിക്കുകയായിരുന്നു. തട്ടിപ്പ് സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഏജന്റായി പ്രവർത്തിച്ചു വന്നതിനാണ് റനീസിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ റനീസിനെ റിമാൻഡ് ചെയ്തു. BJPയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത കേരളം ആല ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസനം അതിശക്തമാണെന്നും ആ വികസന പദ്ധതികൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെയാണ് BJPയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നുമാണ് വികസന കേരളത്തിലൂടെ BJP ചൂണ്ടിക്കാണിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. കൺവെൻഷനിൽ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, KP ജോർജ് എന്നിവർ സംസാരിച്ചു. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കൃപേഷ് ചെമ്മണ്ട കൃതജ്ഞതയും രേഖപ്പെടുത്തി. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ഷാജുമോൻ വട്ടേക്കാട്ട്, അനൂപ് ആന്റണി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി KP സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഒരു ഫ്ലാഷ് ബാക്ക് 2014 കോൺഗ്രസ് സർക്കാർ, കോൺഗ്രസ് പാർട്ടി, ഈ രാഹുൽ ഗാന്ധിന്റെ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം ജനങ്ങൾ അവർക്കൊരു മാൻഡേറ്റ് കൊടുത്തിട്ട് 2014 ഇന്നത്തെ സ്വർണ്ണവില നോക്കാം.
സ്വർണ്ണവില 275 രൂപ കൂടി ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖേദം പ്രകടിപ്പിച്ച ഷൈൻ ടോം ചാക്കോ, പരാതിയില്ലെന്ന് വിൻസി, ഒടുവിൽ ലഹരി പരാതിക്ക് ആന്റി ക്ലൈമാക്സ്. ആമ്പല്ലൂർ സെന്ററിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈ ചുംബിക്കാനായതും ഷോൾ അണിയിക്കാനായതും ജീവിതത്തിലെ അനുഗ്രഹവും അപൂർവ നിമിഷവുമായി കാണുകയാണ് ചാലക്കുടി മുനിസിപ്പൽ കൌൺസിലർ VJ ജോജി. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തയാൾ പോലീസ് പിടിയിൽ. BJPയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത കേരളം ആല ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.